തൃശ്ശൂരിൽ കെട്ടിടത്തിന് തീപിടിച്ചു എന്ന വാർത്ത അല്പസമയം മുമ്പാണ് വന്നത്. പ്രസ് ക്ലബ് റോഡിന്റെ സമീപത്തെ കെട്ടിടത്തിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സൂരജ് ചേരുന്നുണ്ട് തത്സമയം. സൂരജ്, കനത്ത പുകയെ തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നല്ലോ നേരത്തെ നൽകിയ വിവരം. ഇപ്പോൾ എന്താണ് സാഹചര്യം? തീ അണയ്ക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ഗൂഗിൾ ഇപ്പോൾ ഈ തീപിടുത്തമുണ്ടായ മേഖലയിലേക്ക് ഫയർഫോഴ്സിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത്. എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന കാര്യം. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന ഈ ചപ്പുചവറുകൾക്ക് തീ പിടിച്ചതാണ് ഈ വലിയ രീതിയിൽ പുക ഉയരുന്നതിനും പിന്നീട് തീയായി മാറുന്നതിലേക്കുമൊക്കെ നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ ഷട്ടർ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ലോക്ക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഫയർഫോഴ്സ് കയറാൻ നടത്തുന്ന ശ്രമമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയായതുകൊണ്ട് തന്നെ അതിൽ രണ്ട് വെന്റിലേഷനുകളാണ്, രണ്ട് വഴികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഒരു ഭാഗം ഷട്ടർ അടച്ച നിലയിലായിരുന്നു, ഒരു ഭാഗത്തു കൂടി മാത്രമാണ് ഈ പുക പുറത്തേക്ക് പോയത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഈ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നതെന്നാണ്. സാധാരണ ഒരു പ്രവൃത്തി ദിവസമാണെങ്കിൽ ഈ ഗ്രൗണ്ട് ഫ്ലോർ നിറയെ വാഹനങ്ങൾ ഉണ്ടാകും. ഇന്നും ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായി ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട്, അതായത് ആദ്യം ഏത് കോർണറിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന് പോലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തുടർച്ചയായി വെള്ളം മാത്രം പമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു റെസ്ക്യൂവിലേക്കായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ കടന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് ജനറേറ്റർ ഉണ്ടായിരുന്നു, അതും വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഗ്യാസ് ജനറേറ്ററിന്റെ ഗ്യാസുകൾ റിമൂവ് ചെയ്ത് പുറത്തേക്ക് മാറ്റിയതിനു ശേഷമാണ് ഈ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളും ഗ്യാസ് ജനറേറ്ററിന്റെ ഗ്യാസും എല്ലാം തന്നെ നീക്കം ചെയ്യാനായത് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിലേക്ക് അടക്കം നയിച്ചു. എന്തായാലും ഇപ്പോൾ തീപിടുത്തം ഉണ്ടായ മേഖലയിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥരാരും തന്നെ ഈ മേഖലയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കെട്ടിടത്തിനകത്തേക്ക് ഇപ്പോഴും കയറാൻ, അതായത് ഇതിന്റെ ആദ്യ നിലയിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കട്ടർ ഉപയോഗിച്ച് ഇവിടത്തെ ഈ ഡോറ് പൊളിച്ച് അവിടെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ ആളുകളുടെ സാന്നിധ്യമുള്ള ഇടമാണോ ഈ കെട്ടിടം? ഗൂഗിൾ ആളുകളൊക്കെ ഉള്ള ഇടമാണ്. അതായത് ഇവിടെ ചില ഫാഷൻ മെറ്റീരിയൽസ് ഉൾപ്പെടെ വിൽക്കുന്ന കടകളുണ്ട് താഴത്തെ നിലയിൽ. അതോടൊപ്പം തന്നെ മുകളിൽ ചില ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും, അതായത് പ്രവൃത്തി ദിവസം ആണെങ്കിൽ അവിടെ ജനത്തിരക്കുള്ള ഒരു മേഖലയാണ്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ആളുകളും കുറവായിരുന്നു, ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു സമീപത്തെ കടയിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയാണ് ഇത് ആദ്യം കാണുന്നത്. പിന്നീട് ഇവർ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മോട്ടോർ ഉപയോഗിച്ച് തീ കെടുത്താനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. കാരണം ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ അകത്ത് ഭാഗത്ത് ഈ ഒരു കോർണറിലാണ് തീപിടുത്തം ഉണ്ടായത്. വലിയ രീതിയിൽ പുക ഉയരുന്നു. ആകെ ഒരു ഡോറിലൂടെ മാത്രമാണ് അകത്തേക്ക് കയറാൻ കഴിയുക. അപ്പോൾ ഈ പുക പുറത്തേക്ക് തള്ളുന്നത് കൊണ്ട് തന്നെ അതിലൂടെ അകത്തേക്ക് കയറാൻ കഴിയാത്ത ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തതിനു ശേഷം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ തീപിടുത്തം ഉണ്ടായ മേഖലയിലേക്ക് എത്തിയപ്പോൾ അവർ പറയുന്നത് അവിടെ കൂട്ടിയിട്ടിരുന്ന പേപ്പർ അടക്കമുള്ള ചപ്പുചവറുകൾക്കാണ് തീ പിടിച്ചതെന്നുള്ളതാണ്. പക്ഷെ അത് തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഈ ഫയർഫോഴ്സ് നീക്കം ചെയ്യുകയും തുടർച്ചയായി ഈ വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് ഈ വാഹനങ്ങളിലേക്ക് ഉൾപ്പെടെ തീ പടരുന്നത് ഒഴിവാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ വലിയ ആശങ്കയായി ഉണ്ടായിരുന്നത് ഇവിടെ ഈ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്റർ, 2 ജനറേറ്ററുകളാണുള്ളത്. അതിൽ ഒന്ന് ഇലക്ട്രിക് ജനറേറ്ററും മറ്റൊന്ന് ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്ററാണ്. അതിന്റെ 2 ഗ്യാസ് സിലിണ്ടറുകൾ അടക്കം ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെള്ളം പമ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഗ്യാസ് സിലിണ്ടറുകളും ഈ പുക അല്പം ഒന്ന് മാറിയ സമയത്ത് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സാഹസികമായി അതിനകത്ത് കയറി ആ ഗ്യാസ് സിലിണ്ടറുകൾ റിമൂവ് ചെയ്തു. അങ്ങനെയാണ് വലിയ തരത്തിലുള്ള അപകടം ഒഴിവാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാണ്, അതായത് ഫയർഫോഴ്സ് പറയുന്ന കൺട്രോൾഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ അറിയിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിലെ ആ തീ നിയന്ത്രണ വിധേയമാണ്, അല്ലെങ്കിൽ അത് കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചെന്നാണ് സൂര്യൻ നൽകുന്ന വിവരം. തൊട്ടടുത്ത കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ശ്രദ്ധ, ഒപ്പം ഫയർഫോഴ്സിൻ്റെയും സമീപവാസികളുടെയും ഒക്കെ സംയോജിതമായ ഇടപെടൽ, ഇത് രണ്ടും തുണയായി ഗ്യാസ് സിലിണ്ടറുകൾ അടക്കം സൂക്ഷിച്ചിരുന്ന ഒരു മേഖലയാണ്. അവിടുത്തെ ജനറേറ്റർ ഗ്യാസിലാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള അപകടങ്ങളിലേക്കൊന്നും പോയില്ല. അത് കൃത്യമായി ഇടപെടാൻ ഫയർഫോഴ്സിനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുക ഉയരുന്ന സ്ഥലത്തേക്ക് തന്നെ കടന്നു ചെന്ന് തീ അണയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ് അഗ്നിശമന സേനാംഗങ്ങൾ. സൂരജ് സുജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി.